എറണാകുളത്തെ CPIയിലെ നേതൃമാറ്റം വിഭാഗീയ പ്രവർത്തനങ്ങൾക്കാണ് വളമിട്ടത്. മുൻ ജില്ലാ സെക്രട്ടറി പി രാജുവിന്റെ മരണത്തോടെ ജില്ലയിലെ പാർട്ടി നേതൃത്വത്തോടുള്ള കുടുംബത്തിന്റെ എതിർപ്പും പ്രകടമായി. പാർട്ടിക്ക് വേണ്ടി ദീർഘകാലം പ്രവർത്തിച്ച പി രാജുവിനെ അവസാന നിമിഷവും ജില്ലാ നേതൃത്വം സംരക്ഷിച്ചില്ല എന്നതാണ് കുടുംബത്തിന്റെ വിമർശനം. പി രാജുവിനെതിരെ നടപടി ആവശ്യപ്പെട്ടവർ വീട്ടിലെ മരണാനന്തര ചടങ്ങിൽ എത്തരുതെന്നും കുടുംബം പറഞ്ഞു. ഇതോടെയാണ് ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ ടൗൺ ഹാളിലെ പൊതുദർശനത്തിന് ശേഷം മടങ്ങിയത്. തനിക്കെതിരായ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പി രാജു കൺട്രോൾ കമ്മീഷന് കത്ത് നൽകിയിരുന്നു. ഇക്കാര്യത്തിൽ ജില്ലാ നേതൃത്വത്തിന് നടപടി ലഘൂകരിക്കാമെന്നായിരുന്നു കൺട്രോൾ കമ്മീഷന്റെയും സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെയും നിലപാട്. ജില്ലാ നേതൃത്വം അതിന് തയ്യാറായില്ല. അതേസമയം പി രാജുവിനൊപ്പം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ CPIയിലെ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെല്ലാം വീട്ടിലെത്തി. എൻ്റെ മുമ്പിൽ ജില്ലാ സെക്രട്ടറി ഇപ്പോഴും രാജുവാണ്. അപ്പോൾ രാജു പോയി, പിന്നെ പകരം വന്ന ജില്ലാ സെക്രട്ടറി ഇവിടെ വരേണ്ടത് അയാളുടെ ചുമതല. വന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എന്തെങ്കിലും അത്യാവശ്യം കാണും. വിവാദങ്ങളോട് പ്രതികരിക്കാതെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും മടങ്ങി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കോൺട്രവേഴ്സിയെ പറ്റി ഒന്നും പറയാനില്ല. കോൺട്രവേഴ്സി ഇല്ല. പാർട്ടിയുടെ പ്രിയപ്പെട്ട നേതാവ്, പാർട്ടിക്ക് വേണ്ടി ഏറെക്കാലം ത്യാഗപൂർണ്ണം പോരാടിയ സഖാവ്. അതേസമയം ബോധപൂർവം വിവാദമുണ്ടാക്കി പി രാജുവിന്റെ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്ന് CPI ജില്ലാ സെക്രട്ടറി KM ദിനകരൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. കാര്യങ്ങൾ പാർട്ടി പരിശോധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിവാദങ്ങൾക്കിടയിലും കണ്ടം പൊട്ടുമാറുച്ചത്തിൽ മുദ്രാവാക്യം വിളികളോടെയാണ് പ്രിയ നേതാവിനെ സഖാക്കൾ യാത്രയാക്കിയത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.